ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് വാസ്ലിൻ കൊണ്ടുള്ള കുറേ നമ്മൾ അറിയാതെ പോയ കുറേ നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ വാസന ഉപയോഗിക്കുന്നത് കയ്യിലുള്ള ഡ്രൈനെസ് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, ബെഡ് റെഡിനായിട്ടുള്ള പേഷ്യൻ്റൊക്കെ ബെഡ് സോർ വരുന്നത് തടയാനായിട്ട് നമുക്ക് അവരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ദേഹത്തൊക്കെ ഒന്ന് വാസ്ലിൻ വെന്തും തൂത്താൽ നമ്മൾ ബെഡ് സോർ വരുന്നത് തടയാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ ടിപ്പ്, കൈയുടെ മുട്ട്, കാലിൻ്റെ മുട്ട്, അതേപോലെ കണ്ണിന് താഴെയൊക്കെയുള്ള ഡാർക്ക് സർക്കിൾ മാറുന്നതിന് വേണ്ടിയിട്ട് വാസ്ലിൻ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ്, ബാഗ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കുന്ന ബാഗ്, പേഴ്സോ ഒക്കെ ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഇതുപോലെ വാസ്ലിൻ തൂത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നമുക്ക് അതിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഷൈനിങ്ങോടുകൂടി അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഒരുപാട് പഴക്കമുള്ള ഒരു പേഴ്സാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ഇപ്പോഴും അത് അഴുക്കാതെ തന്നെ ഇരിപ്പുണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പേഴ്സും ബാഗും ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് അത് അഴുക്കാറുണ്ട്. അതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇതുപോലെ നമ്മൾ വാസ്ലിൻ തൂത്ത് കൊടുത്താൽ മതി. അഞ്ചാമത്തെ ടിപ്പ്, നമ്മൾ ലോക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലോക്കൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ താക്കോലിട്ട് തുറക്കുന്ന സമയത്ത് അത് ഭയങ്കര പിടുത്തമായിട്ടൊക്കെ തോന്നിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഇതുപോലെ ആ താക്കോലിൽ ഒന്ന് വാസ്ലിൻ തൂത്ത് കൊടുത്തിട്ട് ആ ലോക്കിനുള്ളിലിട്ട് ഒന്ന് തുറക്കുന്ന സമയത്ത് ആ വാസ്ലിൻ അവിടെ എല്ലാം അതിനുള്ളിലെല്ലാം ആവുകയും ആ തുരുമ്പ് വരുന്നതൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇത് മെയിനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളത്, ഗേറ്റിനൊക്കെ നമ്മൾ ലോക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് അത് തുരുമ്പ് പിടിക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആറാമത്തെ ടിപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ പെട്ടെന്ന് അതിൽ പാടും അഴുക്കൊക്കെ ആകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വാസന തൂത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഷൈനിങ്ങോടുകൂടി കിട്ടുന്നതാണ്. ഷൈനിങ്ങോടുകൂടി നമ്മുടെ മൊബൈലിൽ തിളങ്ങുന്നതായിരിക്കും ഇതുപോലെ. ഏഴാമത്തെ ടിപ്പ്, മുടി നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ വാസ്ലിൻ തൂത്ത് കൊടുത്താൽ മതി. ആ മുടിയിൽ ആ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനും അതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുന്നതിനും സഹായിക്കുന്നതാണ്. വാസ്ലിന് കയ്യിലെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അതിലോട്ട് കുറച്ച് വാസ്ലിൻ ഇടുക, എന്നിട്ട് അതൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ആ മിക്സായി കിട്ടാനായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തവ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ആ പാത്രത്തിൽ എടുത്തിരിക്കുന്ന ആ വാസ്ലിനും കോക്കനട്ടും കൂടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂടാകുമ്പോൾ അത് വാസ്ലിൻ നന്നായിട്ട് ആ ഓയിലായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാർക്കറ്റിൽ വാസ്ലിന് ഹെയർ ഓയിലോടുള്ള മിക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇതുപോലെ മേടിച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡ്രൈ ഹെയറിന് നല്ലൊരു പരിഹാരമാണ്. അതേപോലെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് മുടിയിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതുപോലെ സ്കിന്നിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. എട്ടാമത്തെ ടിപ്പ്, ഇപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ചെറിയൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വാസലിനാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഉറുമ്പൊക്കെ വരുന്ന സ്ഥലത്ത് ഒരു തുണി വെച്ച് തുടച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്താലും മതി. സ്പ്രേ ബോട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ആ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ട് ആ സമയത്ത് തന്നെ ആ ചെറിയ ചൂടോടുകൂടി തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് തണുത്ത് പോയാൽ വാസലിന് അത് കട്ടയായിട്ട് സ്പ്രേ ബോട്ടിനുള്ളിൽ കിടക്കുക. അപ്പോൾ അത് സ്പ്രേ ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി ഉപരി നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഒരു തുണിയിലാക്കിയിട്ട് ഒന്ന് അവിടെയൊക്കെ ആ ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ആ സ്ഥലങ്ങളിലോട്ട് പിന്നെ ഉറുമ്പൊന്നും വരത്തില്ല.
അതേപോലെ ഈ രീതിയിൽ നമുക്ക് ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വീണ് അഴുക്കാറുണ്ട്. അങ്ങനെ അഴുക്കാകുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ വാസലിൻ വെള്ളത്തിലെടുത്തിട്ട് നമുക്ക് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഡോറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ വെള്ളത്തിൻ്റെ ആ പാടൊന്നും കാണത്തില്ല. അതേപോലെ തന്നെ നമുക്ക് അത് ക്ലീനാക്കി എടുക്കുന്നതിനും ആണെങ്കിലും പിന്നീട് ക്ലീനാക്കി എടുക്കുന്നതിനാണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. നല്ല തടി കൊണ്ടുള്ള ഫർണിച്ചർ, അതുപോലെ കിച്ചണിലെ കബോർഡ്, ഇതൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ ചൂടുവെള്ളത്തിൽ വാസന ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ തുണിയിലെടുത്ത് തൂത്ത് കൊടുത്താൽ മതി. 9ാമത്തെ ടിപ്പ്, ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ സ്റ്റാൻഡൊക്കെ നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന ആ സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് പിടിച്ച് പോകാറുണ്ട്. വെള്ളമൊക്കെ വീണിട്ട് പെട്ടെന്ന് അത് അഴുക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാസലിൻ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ തുരുമ്പ് പിടിക്കുന്ന ഒഴിവാക്കി കിട്ടുകയും നമുക്ക് കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഗ്യാസിൻ്റെ ബർണറൊക്കെ എടുത്ത് ക്ലീനാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വെള്ളമയമൊക്കെ തൂത്ത് തുടച്ച് കഴിഞ്ഞിട്ട് വാസലിൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ബർണർ വന്ന് അഴുക്കിരുന്ന് അടയുന്നതൊക്കെ ഒഴിവാക്കുകയും അതുപോലെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനും സഹായിക്കും. 10ാമത്തെ ടിപ്പ്, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പാണെങ്കിൽ ഇതുപോലെ വാസലിൻ തൂത്ത് കൊടുത്തിട്ട് ഒന്ന് തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ചോ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും. വാസലിൻ തൂത്ത് കൊടുക്കുമ്പോൾ നല്ല ഷൈനിയോടുകൂടി തിളങ്ങുന്നുണ്ടേ. 11ാമത്തെ ടിപ്പ്, നമ്മൾ എടുക്കാതിരിക്കുന്ന പേഴ്സ് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഗൊക്കെ ആയിക്കോട്ടെ, അതിൻ്റെ സിബ്ബാണ് ചില സമയത്ത് അങ്ങ് ഭയങ്കര ടൈറ്റ് ആകാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് മുറുക്കമായിട്ട് നമുക്ക് തോന്നും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാസലിൻ തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സിബ്ബൊക്കെ അത് നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോഴുള്ള ആ മുറുക്കം അതൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. 12ാമത്തെ ടിപ്പ്, ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് വാസലിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശകലം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ റബ് ചെയ്യാൻ നല്ല കൈ നല്ല സോഫ്റ്റ് ആകുന്നതിന് സഹായിക്കും. അതേപോലെ നമുക്ക് ലിപ്പയിലൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് റബ് ചെയ്യുമ്പോൾ ആ ലിപ്പൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും. 3ാമത്തെ ടിപ്പ്, നമ്മുടെ കയ്യിലെ മോതിരം അല്ലെങ്കിൽ വളയൊക്കെ ആയിക്കോട്ടെ ചില സമയത്ത് നമുക്ക് ഊരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ആ സമയത്ത് ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ മോതിരമാണ് ഊരി കാണിക്കുന്നത്. ആ വിരളയിലോട്ട് ഞാൻ വാസലിൻ തൂത്തിട്ട് അത് മോതിരം ഊരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ടൈറ്റ് ആണെന്ന്. പക്ഷെ നല്ല ഈസി ആയിട്ട് തന്നെ ആ വാസലിൻ തൂത്തുകൊണ്ട് ഊരാൻ പറ്റി. നല്ല ടിപ്പ്, വാസലിൻ കൊണ്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിരിക്കാം. അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നല്ല ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഡൈ, ഹെയർ ഓയിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. 15ാമത്തെ ടിപ്പ്, അതേപോലെ വിൻ്റർ സമയത്താണെങ്കിൽ ചുണ്ടൊക്കെ നല്ലതായിട്ട് പൊട്ടുകയും അതുപോലെ AC-ക്കകത്തൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ചുണ്ടൊക്കെ നല്ല വരണ്ട് പോകുന്നതായിട്ട് തോന്നും. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലിപ്പ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് വാസലിൻ തൂത്ത് കൊടുക്കാവുന്നതാണ്. 16ാമത്തെ ടിപ്പ്, വിൻ്റർ സമയത്ത് കാല് വിണ്ട് കീറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയിൽ നമുക്ക് ഇത് വാസലിൻ പെട്ടിട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ വാസലിൻ പെട്ടതിന് മുമ്പ് കാല് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ വാസലിൻ തൂത്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് സോക്സ് ഇടുക. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ കാല് നന്നായിട്ട് കഴുകേണ്ടതാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കാല് വിണ്ട് കീറുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. അടുത്തായിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം മതി. അപ്പോൾ അത് ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് കഴുകി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇനി അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്.
അങ്ങനെ കിട്ടിയ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അത് പറ്റി പറ്റി വെള്ളമൊക്കെ പറ്റി ഒന്ന് വരണം. വെള്ളമൊക്കെ പറ്റി ഒന്ന് കുറുകി വന്ന സമയത്ത് നമുക്കത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് കുറച്ച് വാസലിനാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ചെറിയ ചൂടോടുകൂടി തന്നെ വാസലി ഇട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കാനായിട്ട് നോക്കണം. ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തണുത്ത് പോകും. അപ്പം വാസലിനോട് ഇട്ട് അത് നന്നായിട്ട് മിക്സായി കിട്ടിയില്ലെങ്കിൽ ഞാനൊരിപ്പം തവ വെച്ചിട്ടുണ്ട്. ആ തവയിലോട്ട് പുറത്തോട്ട് ആ ബൗൾ ഒന്ന് വെച്ചിട്ട് ആ തവ ചൂടാകുന്നതനുസരിച്ച് ആ ബൗളിലൂടെ ചൂടാവും. അങ്ങനെ ചൂടായി വരുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ആ വാസലിന് ആ ബീറ്റ്റൂട്ട് നന്നായിട്ട് മിക്സായി വരും. അങ്ങനെ ഹോം മെയ്ഡ് ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാസലിന് ലിപ് ബാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഈ മിക്സ് പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തണുത്ത് പോകുന്നതായിരിക്കും, കട്ടിയാകുന്നതായിരിക്കും, വീണ്ടും ചൂടാക്കേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കും. ഈ ടിപ്പെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടെന്ന് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.